ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ, എറണാകുളം. ഇതാണ് സുറിയാനി പെണ്ണ്. ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായുടെ മുമ്പിൽ, കൂരിയായിലുള്ള വൈദികരുടെ മുമ്പിൽ ജൂലി അലക്സ് എന്ന കുലീന സ്ത്രീ പറഞ്ഞ ധീരമായ വാക്കുകൾ നിങ്ങളിൽ പലരും അവർ പറയുന്ന ആ വീഡിയോ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞു. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. എങ്കിലും ഞാനത് പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. ആ ജൂലി അലക്സിനെ പോലുള്ള സ്ത്രീ പുരുഷന്മാരിലാണ് സുറിയാനി കത്തോലിക്ക സഭയുടെ ഭാവിയും പ്രതീക്ഷയും. വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ആളുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരിയയിലെ വൈദികരെ കാണാൻ ചെന്നു. ആ വൈദികരോട് ഈ ജൂലി അലക്സ് പറയുന്ന വാക്കുകൾ, ആ വാക്കുകൾ ഞാൻ അങ്ങനെ തന്നെ പറയാണ്, അവരുടെ വാക്കുകൾ. അച്ഛന്മാരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇരു കൂട്ടരും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇരു കൂട്ടരെയും കേൾക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതായത് രണ്ടുപേരെയും കേൾക്കണമെന്ന്. ഇവിടെ ഏതാണ് രണ്ട് ഭാഗം? ഇവിടെ വിമത വിഭാഗം എന്നൊരു അൽമായ വിഭാഗം ഇല്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൽമായരുടെ വിമത വിഭാഗം ഇല്ല. ഇവിടെ ഇരു കൂട്ടരില്ല, വിവിധ വിഭാഗങ്ങളില്ല. അതുകൊണ്ട് ഇരു വിഭാഗങ്ങളും ഇല്ല. ഇവിടെ ആകെ വിമതരായിട്ടുള്ളത് വികാരിയച്ഛന്മാരാണ്. പിന്നെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അവരുടെ കാല് നക്കി നിൽക്കുന്ന ഒരു 10 പേരുണ്ടാകും ഓരോ ഇടവകയിലും. ഇവരൊരു മീറ്റിംഗ് വിളിച്ചെന്ന് വെച്ചോളൂ. സഭയുടെ കാശെടുത്ത് മീറ്റിംഗ് വിളിക്കും. സഭയുടെ സ്ഥാപനങ്ങളിൽ മീറ്റിംഗ് വെക്കും. വണ്ടി അറേഞ്ച് ചെയ്യും. ഇവർ വരുന്നത് എങ്ങനെയാണ്? ഓരോ ഇടവകയിലും കല്യാണം വിളിച്ചു ചൊല്ലുന്നത് പോലെ 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലി ഇവർ 10 പേര് വീതമാണ് വരുന്നത്. 300 ഇടവകയിൽ നിന്ന് വന്നാൽ 3000 പേരായി. ഇത്രയും പേരെ ഈ അതിരൂപതയിൽ വിമതരുടെ കൂടെയുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും 95 അതിലേറെ ശതമാനത്തിലേറെ സഭയുടെ കൂടെയാണ്, മാർപ്പാപ്പയുടെ കൂടെയാണ്. സഭ എന്ത് പറയുന്നു, മാർപ്പാപ്പ എന്ത് പറയുന്നു, അതിൻ്റെ കൂടെ അതനുസരിക്കുന്നവരാണ് ഇവിടെ ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. 82 വയസ്സുള്ള ആളുകൾ 12 കിലോമീറ്റർ നടന്നു. എന്തിന്? അവരുടെ പ്രൈവറ്റായി എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണോ? അല്ല, മെത്രാൻസിനോട് തീരുമാനിച്ച കുർബാന കിട്ടാൻ, സഭയ്ക്ക് വേണ്ടി, മെത്രാന്മാർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പദയാത്ര നടത്തിയത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ തെരുവിൽ ഇറങ്ങിയത്. എന്നിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യിക്കുക, ഞങ്ങളെ തല്ലിച്ചതയ്ക്കുക, ഞങ്ങൾക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുക്കുക, കോടതിയിൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുക. ഇവിടുത്തെ ഗേറ്റ് പൊളിച്ചു, കേസുണ്ടായോ? മെത്രാപ്പോലിത്തരെ കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞു, കേസുണ്ടായോ? ഇവിടെ അതിക്രമിച്ച കയറി, കേസുണ്ടായോ? അതിനെതിരെ കേസുണ്ടാകില്ല, യാതൊന്നുമില്ല. സഭയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ നടപടികൾ, കേസ്, പോലീസ്. സഭയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ മാത്രം. നാളെ ഈ വികാരിമാര് തിരിഞ്ഞു നിന്ന് ദൈവോന്മുഖ കുർബാന ചൊല്ലിയാൽ ഈ വാലാട്ടി പട്ടികളെല്ലാം ആ വികാരിയുടെ കൂടെ ആയിരിക്കും. അതിനാൽ അച്ഛന്മാരെ, ഈ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ ദിവസം മതി. ഒറ്റ ദിവസം. അനുസരിക്കാത്ത വികാരിമാരിൽ 2 പേരെ നിങ്ങൾ പുറത്താക്കൂ. ഇതുവരെ ഏകീകൃത കുർബാന ചൊല്ലാത്ത 2 പേരെ നിങ്ങൾ പുറത്താക്കൂ. ഇതാണ് ജൂലി അലക്സ് അവരോട് പറഞ്ഞത്. ഓരോന്ന് പറയുമ്പോഴും ഭയങ്കര കയ്യടിയായിരുന്നു. അച്ഛന്മാരത് കേട്ടു. ഉദയം പേരൂരില് കുർബാനയ്ക്കടിയിൽ പേക്കൂത്ത് നടത്താൻ പോയ പെണ്ണുങ്ങളില്ലേ, പിഴച്ച പെണ്ണുങ്ങൾ, അവർ ഈ ജൂലി അലക്സിനെ കണ്ടുപറ്റിക്കൂ. ഇതാണ് സുറിയാനി പെണ്ണ്. പേക്കൂത്ത് നടത്തി കുർബാനയെ അവഹേളിച്ച പെണ്ണുങ്ങള്, അവർ സ്ത്രീവർഗത്തിന് തന്നെ, സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, സ്ത്രീവർഗത്തിന് തന്നെ അവമാനമാണ്. നമ്മുടെ കർത്താവിനെയാണ് അവർ അവമാനിച്ചത്. മനുഷ്യവംശത്തിന് തന്നെ അവമാനമാണ്. സ്ത്രീവർഗത്തിന് മാത്രമല്ല. പിന്നെ ഈ ജൂലി അലക്സ് പോയത് എവിടേക്കാണ്? എറണാകുളത്തെ കൂരിയ, എറണാകുളം അങ്കമാലിയുടെ ഇപ്പോഴത്തെ കൂരിയ. അവരാരെങ്കിലും സഭയുടെ കുർബാന അർപ്പിക്കുന്നവരാണോ? മാർപ്പാപ്പയെ അനുസരിക്കുന്നവരാണോ? നമ്മുടെ ഗതികേട് നോക്കണേ. മാർപ്പാപ്പയെ അനുസരിക്കുന്നവർ മാർപ്പാപ്പയെ അനുസരിക്കാത്തവരുടെ അടുത്ത് പരാതിക്ക് പോകണം. സഭയെ അനുസരിക്കാത്തവരുടെ അടുത്ത് പരാതി കൊടുക്കണം. മെത്രാൻസനയുടെ തീരുമാനം നടപ്പാക്കാത്തവർ മെത്രാൻസനയുടെ തീരുമാനം നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ പോയി അവരോട് വേണം പറയാൻ. മെത്രാൻസനയുടെ തീരുമാനം നടപ്പാക്കാത്തവരോട്. എന്തൊരു ഗതികേടാണ് ഈ സീറോ മലബാർ സഭയ്ക്ക്. മാർപ്പാപ്പയെ അനുസരിക്കാത്തവര്, മെത്രാൻസനയുടെ അനുസരിക്കാത്തവര്, ഏകീകൃത കുർബാന ചൊല്ലാത്തവര്, സഭയുടെ കുർബാന ചൊല്ലാത്തവര്, അവര് കൂരിയായില്. മാർപ്പാപ്പയെ അനുസരിക്കുന്നവര്, മെത്രാൻസനയുടെ അനുസരിക്കുന്നവര്, സഭയുടെ കുർബാന വേണമെന്ന് വാദിക്കുന്നവര്, ഈ അനുസരിക്കാത്തവരുടെ മുമ്പിൽ ഈ കുർബാന അനുവദിച്ച് കിട്ടണേ എന്ന് പറഞ്ഞ് ഭിക്ഷാപാത്രമായി നിൽക്കേണ്ട ഒരു അവസ്ഥ. ഇതൊക്കെ ആരാണ് വരുത്തി തീർത്തത്?
എങ്ങനെയാണ് വരുത്തി തീർത്തത്? കാലം മറുപടി നൽകട്ടെ. അതേസമയം ഈ ജൂലി അലക്സ് പറഞ്ഞത് നാം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പൊതുവായിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോഴത്തെ കൂരിയായുടെ മുമ്പിൽ ചങ്കുറപ്പോടെ പറഞ്ഞു എന്നുള്ളതും ജൂലി അലക്സിന് സപ്പോർട്ടുമായിട്ട് അവരെല്ലാവരും കൂടി കൈയടിച്ചു എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണ്. കാരണം സുറിയാനി സഭയുടെ ചൈതന്യം അറ്റുപോയിട്ടില്ല. സുറിയാനി സഭയുടെ വിശ്വാസികളുടെ എണ്ണം അറ്റുപോയിട്ടില്ല. ഈ മെത്രാന്മാർക്ക് സാധിക്കാത്തത്, വൈദികർക്ക് പോലും സാധിക്കാത്തത്, എത്രയോ വൈദികർ താല്പര്യമുണ്ട് പക്ഷെ മിണ്ടില്ല. എത്രയോ മെത്രാന്മാർക്ക് താല്പര്യം ഉണ്ടായിരിക്കും പക്ഷെ മിണ്ടില്ല. പക്ഷെ ജൂലി അലക്സിനെ പോലെ എഴുന്നേറ്റ് നിന്ന് ഈ കൂരിയായുടെ മുമ്പാകെ സത്യം വിളിച്ചു പറയാൻ അവർക്ക് ഈ ജൂലി അലക്സിന് സപ്പോർട്ടുമായി അൽമായർ എഴുന്നേറ്റ് നിൽക്കാൻ, ആ അൽമായറിലാണ് ജൂലി അലക്സിനെ പോലുള്ള പെണ്ണുങ്ങളിലാണ് സുറിയാനി സഭയുടെ വീര്യം നമ്മൾ കാണുന്നത്, വിശ്വാസം നമ്മൾ കാണുന്നത്, പ്രത്യാശ അവിടെയാണ്, പ്രതീക്ഷ അവിടെയാണ്. നമ്മുടെ സ്വരമാണ് ജൂലി അലക്സും കൂടെയുള്ളവരും ഉയർത്തിയത്. അത് പക്ഷേ നമ്മുടെ മെത്രാന്മാർ കേൾക്കാൻ തയ്യാറാവില്ല. ഇനി കേട്ടാലും അത് വിശ്വസിക്കാൻ മെത്രാന്മാർ തയ്യാറല്ല. നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ, അജഗണം പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ ആനന്ദിക്കുന്ന മെത്രാന്മാർക്ക് ഇത് കേൾക്കാനും വിശ്വസിക്കാനും താല്പര്യമുണ്ടാകുമോ? ഞാൻ ചിലരോട് സംസാരിച്ചപ്പോൾ ഞെട്ടിപ്പോയ ചില സംഗതികൾ ഞാൻ പറയാം. അതായത് എറണാകുളത്ത് എന്തിനാണ് ഇത്ര ധൃതി എന്നാണ് ഒരു മെത്രാൻ ചോദിച്ചത്. എറണാകുളത്ത് എന്തിനാണ് ഇത്ര ധൃതി? അവരടികൂടട്ടെ, 10 കൊല്ലം അവർ അടികൂടട്ടെ, അപ്പം നമുക്ക് പരിഹരിക്കാം. ആ മെത്രാന്, എനിക്കറിയാം ആരാണ് ആ മെത്രാന് നരകശിക്ഷ കൊടുക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കർത്താവ് ആ മെത്രാന് നരകശിക്ഷ കൊടുക്കണം. അജഗണത്തിന്റെ വേദന തിരിച്ചറിയാത്ത, ആടുകളെ തമ്മിലടുപ്പിക്കുന്ന ആ മെത്രാന്മാർക്ക് ഉപദേശം കൊടുക്കുന്ന മറ്റുള്ളവരും, അവർക്ക് വേണ്ടിയാണ് നരക തീ കർത്താവ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെന്റെ വാക്കുകളല്ല, ഇത് കർത്താവിന്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം, മത്തായിയുടെ സുവിശേഷം വായിച്ചു നോക്കാം. അവർക്ക് വേണ്ടിയാണ് തീ നരകം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അജഗണത്തിന്റെ വേദന തിരിച്ചറിയാത്ത ഇടയന്മാര്, ആ ഇടയന്മാർക്ക്, മെത്രാന്മാർക്ക് വേണ്ടിയാണ് നരകം. ഈ കുർബാനയ്ക്ക് വേണ്ടി തെരുവിൽ നടക്കുന്ന മനുഷ്യരില്ലേ, പ്രായമായിട്ട് പദയാത്ര നടത്തുന്ന മനുഷ്യർ, ആത്മീയ സമരം ചെയ്യുന്ന മനുഷ്യർ, അവരുടലോടെ സ്വർഗത്തിൽ പോകും. ഇഹലോകത്ത് മാത്രമാണ് പ്രത്യാശ വെക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നതിനൊന്നും അർത്ഥമില്ല. അപ്പോൾ പൗലോസിന്റെ വാക്കുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇഹലോകത്ത് പ്രത്യാശ വെക്കുന്നവരാണെങ്കിൽ മറ്റെല്ലാ ജനതകളെക്കാളും മോശമാണ് നമ്മൾ, മറ്റെല്ലാ ജനതകളെക്കാളും കഷ്ടമാണ് നമ്മുടെ കാര്യം. അതല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഈ കുർബാന എന്ന് പറയുന്നത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഹെവൻ ഓൺ എർത്ത്, സ്വർഗം ഭൂമിയിൽ, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കുന്നതിൻ്റെ, എന്നെ സ്നേഹിക്കുന്നതിൻ്റെ കൽപ്പന പാലിക്കുന്നെങ്കിൽ ഞാനും പിതാവും സ്വർഗം വന്ന് വാസമുറപ്പിക്കും. ഈ വാക്കുകളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ, ഈ തെരുവിൽ സഭയുടെ കുർബാന കിട്ടാൻ വേണ്ടി, മാർപ്പാപ്പയെ അനുസരിക്കാൻ വേണ്ടി, മെത്രാൻസിനെ അനുസരിക്കാൻ വേണ്ടി തെരുവിൽ നടക്കുന്ന മനുഷ്യര്, അവര് നേരെ സ്വർഗത്തിലേക്ക്. അവർക്ക് എതിരെ നിൽക്കുന്ന മെത്രാന്മാരും വൈദികരും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് തീ നരകം. അവിടുത്തെ തീ കെടുകയില്ല, അവിടുത്തെ പുഴു ചാകില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.